എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോമൺ അലക്കാട്ടോ ഇന്ന് അതിന് വേണ്ടിയതേ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ ടബിൽ വെള്ളമൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കോമൺ അലക്കൊക്കെ നടത്താറുള്ളത് നമ്മുടെ ഇത് സാധാരണ ഞാൻ വാഷിംഗ് മെഷീനിലാണ് തുണി ഇടാറുള്ളത്. നല്ല ഡ്രസ്സാകുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടത്തില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഈ ടബിൽ വെള്ളം പിടിച്ച് അലക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താൽ. ഇത് കാണുമ്പോഴേ എല്ലാവരും പറയുമായിരിക്കും പൊന്നുവിനെ സൂക്ഷിക്കണം കേട്ടോ എന്ന്. ഞാൻ ഇതിൽ വെള്ളം ഇങ്ങനെ ഇട്ട് അലക്കാറേ ഇല്ല കേട്ടോ. ഞാൻ ബക്കറ്റിൽ വെള്ളം പിടിച്ച് മാത്രമാണ് അലക്കാറുള്ളത്. ഇന്ന് ഇങ്ങനത്തെ നല്ല ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അലക്കി പശയൊക്കെ മുക്കാലോ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ പൊന്നുവിനെ ഞാൻ അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ കാട്ടിത്തരാം. കണ്ടോ പൊന്നു ഇരിക്കണം ഉണ്ടോ? പൊന്നു ഹായ് പറഞ്ഞേ. പൊന്നിനോട് അമ്മ എവിടെ ഇരിക്കാനാ പറഞ്ഞേ? എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. അതിൻ്റെ വാശിയിൽ അവൾ ഇരിക്കണേ കേട്ടോ. എന്നാലും സാരമില്ല, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് എണീപ്പിച്ച് കൊണ്ടുവന്ന് അവൾ ഈ വെള്ളത്തിലൊക്കെ കൈയിടും. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളൊക്കെ ഇല്ലേ. അതുകൊണ്ട് ഞാൻ അവളെ അവിടെ നിന്ന് എണീപ്പിക്കണില്ല. ഇത് കണ്ടു തുടങ്ങണേ എല്ലാവരും അത് പറയുമെന്നും എനിക്കറിയാം. അപ്പം ഞാൻ അതുകൊണ്ട് കേട്ടോ ആദ്യമേ തന്നെ അത് കാണിച്ചു തന്നെ. ഞാനിങ്ങനെ ഇപ്പോൾ ഒത്തിരി നാളായി അലക്കിയിട്ട് നമ്മുടെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളപ്പോൾ ഒന്നോ രണ്ടോ ഉള്ളപ്പോൾ ഞാൻ അലക്കാറില്ല കേട്ടോ. ഇതിൽ അലക്കാറില്ല, ബക്കറ്റിൽ വെള്ളം എടുത്താണ് അലക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഉള്ളപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ വെള്ളം പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അലക്കി ഊരിപ്പിഞ്ഞെടുക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്താം കേട്ടോ. അപ്പോൾ നമുക്കിത് വെയിലൊക്കെ പോണതിന് മുമ്പ് പശയൊക്കെ മുക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രസ്സും എല്ലാം ഉണ്ട്, ഡ്രസ്സിൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ സോപ്പ് പൊടിയും കൊണ്ടാട്ടോ അലക്കാറുള്ളത്. സോപ്പും കൊണ്ട് ഉരച്ച് അലക്കണം എനിക്കിഷ്ടമല്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സോപ്പ് പൊടിയിലാകുമ്പോൾ നല്ല ഡ്രസ്സാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവില്ല. അല്ലെങ്കിൽ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ ഷാമ്പു എല്ലാം തീർന്നിരിക്കുക. നല്ല ഡ്രസ്സൊക്കെ ഞാൻ ഷാമ്പു വാഷാട്ടോ ചെയ്യാറുണ്ടായിരുന്നേ. മിക്കവാറും എല്ലാ അമ്മമാർക്കും ഈ അലക്കെന്ന് പറയുന്ന ഒരു ഇഷ്ടപ്പെട്ട പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അലക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട് വന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ തോടിലും പുഴയിലൊക്കെ പോയി അലക്കുവാണെങ്കിൽ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ ബക്കറ്റിൽ അങ്ങനെ മുക്കി അലക്കണം വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ടബിൽ വെള്ളം പിടിച്ചാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഊരി പിഴിയാനൊക്കെ പെട്ടെന്ന് നമുക്ക് അലക്കിയെടുത്തിട്ട് ഞാൻ ആദ്യമേ തന്നെ ബക്കറ്റിൽ സോപ്പ് വെള്ളം കലക്കി എല്ലാം അതിൽ മുക്കി വയ്ക്കും. ദെൻ അലക്കിയിട്ട് ഇതിലങ്ങ് ടബിലിട്ടങ്ങ് ഊരി പിഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അല്ലെങ്കിൽ സോപ്പ് പൊടിക്ക് പകരം നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണൊക്കെ ലിക്വിഡ് ഇല്ലേ, അതിലാണെങ്കിൽ നമ്മളൊരു വലിയ ബക്കറ്റിലെടുത്ത് നമ്മുടെ വെള്ള തുണികൾ മാറ്റി അങ്ങനെ ഓരോ ഡ്രസ്സസ് മാറ്റി മുക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സിലെ ചെളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും. നമുക്കപ്പോൾ അതിനു വേണ്ടി ഒത്തിരി ബോധാറാവണ കാര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് അലക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അലക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് മുക്കി വെക്കുക. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വന്ന് അലക്കിയെടുക്കുക. പെട്ടെന്ന് അലക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ സോപ്പൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഉരച്ച് ഒത്തിരി നേരം കല്ലേൽ ഉരച്ചുകൊണ്ടിരിക്കണം. ഒത്തിരി സമയം നമ്മളെ സ്പെൻഡ് ചെയ്യുകയും വേണം. പൊന്നുവിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പൊന്നുവിന് ഭയങ്കര പൊസസീവ്നെസ് ഉള്ള ആളാട്ടോ. അവളുടെ ഡ്രസ്സ് അവൾ കഴുകണം അങ്ങനെയുള്ളൊരിതാണ്. ഇത് അവളുടെ ഡ്രസ്സും അവളുടെ സ്കേർട്ടും ടോപ്പ് പറഞ്ഞു അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവൾ ഓടി എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അലക്കിക്കോളാം അമ്മയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അവളെ തന്നെ ഇരിക്കും. നല്ല ഡ്രസ്സാണെങ്കിലും അവളുടെ കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. അവളുടെ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ അവിടെ നിന്ന് ഓടി വന്നുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ഓരോ ഘട്ടമായിട്ടാണ് ഓരോ സെറ്റ് തുണികളും അലക്കിയത്. കാരണം കളർ ഇളകണതുണ്ട്, ഇളകാത്തതുണ്ട്, എൻ്റെ ഉണ്ട്, ചേട്ടായിയുടെ, പൊന്നൂസിൻ്റെ, എഡ്വിൻ്റെ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം തിരിച്ച് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഞാൻ എല്ലാം തിരിച്ചാണ് ചെയ്തത്. അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സിൽ കളറും അങ്ങനെയൊക്കെ പിടിക്കും. അതുകൊണ്ട് ഏകദേശം ഒരു ഇത്തിരി സമയമായിട്ട് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടൊക്കെയാണ് എൻ്റെ അലക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തീർന്നു കിട്ടിയത്. അലക്ക് കഴിഞ്ഞ് നമ്മുടെ കഞ്ഞിവെള്ളം കലം ഒക്കെ കൊണ്ട് വയ്ക്കണ്ടേ. എനിക്കൊരു പറ്റിയേ ഞാൻ പശ തീർന്നിട്ട് മറന്നുപോയി പറഞ്ഞുവിടാൻ. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടി ഞാൻ കഞ്ഞിവെള്ളം കലം എടുത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ചൂടാറാണ്ട് ഞാൻ മൂടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. കരി ഒന്നും ചാടിക്കാണ്ട് ഞാൻ ഇനി ഇത് വെച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കും. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ. ഞാൻ അതൊന്ന് അരിച്ചെടുക്കുക. എല്ലാത്തിനും കൂടെ ഒന്നിച്ച് മുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ചായിട്ട്, കാരണം കളർ ഇളകണതും അങ്ങനെയൊക്കെ വരുമല്ലോ. നമ്മുടെ പണ്ട് കാലത്തെ അമ്മച്ചിമാരൊക്കെ ഇത് തന്നെയല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഇത് നമുക്കൊരു അബദ്ധമൊക്കെ പറ്റുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ, അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു മറവി സംഭവിച്ചു. അപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോഴല്ലേ ഈ സ്റ്റിഫൻ ഷൈനും എല്ലാം ഒക്കെ ആയത്. പണ്ട് കാലത്ത് ഇത് തന്നെയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നല്ല ചൂടൻ കഞ്ഞിവെള്ളം അരിച്ചാട്ടോ എടുത്തേക്കണേ. ആവശ്യത്തിന് കുഴപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ കഞ്ഞിയുടെ മണം, നമ്മൾ ഈ കഞ്ഞിവെള്ളം മുക്കുമ്പോൾ ഒരു കഞ്ഞിയുടെ സ്മെല്ല് കാണൂലേ. അപ്പോൾ അതാണ് നമുക്ക് ആകെപ്പാടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ട്. ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്തുകൊണ്ടിരുന്ന പെർഫ്യൂമാണേ.
അപ്പോൾ അല്പം ആ പെർഫ്യൂം കൂടെ സ്മെല്ലിന് വേണ്ടി കൊടുത്താൽ നമുക്ക് യാതൊരു വിഷയം വരില്ല. നമ്മുടെ തുണികളൊക്കെ വടി പോലെ ഇരിക്കുകയും ചെയ്തോളും. 2 തുള്ളി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എസൻസുകളൊക്കെ ഉണ്ടല്ലോ, പൈനാപ്പിൾ എസൻസ്, അതുപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്താൽ സ്റ്റീഫൻ ഷൈൻ ഒക്കെ വാങ്ങിച്ചെടുത്ത നാളത്തേക്കുണ്ട്. ഒരാഴ്ച നമുക്ക് നന്നായിട്ട് പശ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ഒരാഴ്ചയും കൊണ്ട് അത് തീരൂല്ലേ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ സുലഭമായുള്ള ഈ കഞ്ഞിവെള്ളം, നമ്മുടെ പണ്ട് കാലത്തുള്ളവരൊക്കെ ഇത് തന്നെയല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിതൊന്ന് യൂസ് ചെയ്താലെന്താ. അപ്പം നമുക്കിനി നമ്മുടെ മുണ്ടൊക്കെ ഒന്ന് ആദ്യം, നമ്മുടെ വീട്ടിൽ എന്നുമുള്ള സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയണേ. അത് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ അന്യായ വില മുടക്കി അതും ഇത് സാധനങ്ങൾ വാങ്ങിക്കൂ അല്ലേ. ഉണ്ടായിരുന്നു പൊന്നിനെ കണ്ടില്ലായിരുന്നല്ലോ. പൊന്നിന് ഞാൻ അലക്കണത്തിലേക്ക് ഇറക്കിയില്ല, അതാണ്. നമുക്ക് മുക്കാൻ പൊന്നു ഇതിന്. കഞ്ഞി മുക്കണേന്ന് വെച്ചാൽ ഒരു വിഷയം എന്ന് പറയണേ നമ്മുടെ സ്മെല്ല്. അപ്പോൾ സ്മെല്ലിനുള്ള അത് നമുക്ക് ഓവർകം ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു. അപ്പോൾ പിന്നെ വിഷയമില്ലല്ലോ. ഒത്തിരി നന്നായിട്ട് അങ്ങ് പിഴിയരുത് കഞ്ഞി മുക്കിയത്. പതിയെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കട്ടെ ചെയ്യാൻ നമ്മൾ. നന്നായിട്ട് കുടഞ്ഞെടുക്കണം. കുടഞ്ഞ് 2 പേര് കൂടി ഇങ്ങനെ കുടഞ്ഞെടുക്കണമായിരുന്നു തുണി. സാരമില്ല, ഞാൻ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പതിയെ പിഴിഞ്ഞിടും കേട്ടോ. ഒറ്റ ലെയറായിട്ട് ഇട്ടാൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അലക്ക് പോലെ തന്നെ പശമുക്കും പല സെറ്റായിട്ടാട്ടോ. അപ്പം ആദ്യം മുണ്ട് മുക്കിയോണ്ട് വേറെ ഷർട്ടൊന്നും മുക്കണതിന് കുഴപ്പമില്ലല്ലോ. പക്ഷേ കളർ ഡ്രസ്സാണെങ്കിൽ പിന്നെ ആ പശയെ തന്നെ മുക്കാൻ കൊള്ളില്ലല്ലോ. കളർ ഇളകിയിട്ട് അത് മറ്റു ഡ്രസ്സെ പിടിക്കില്ലേ. അതുകൊണ്ട് അങ്ങനെ ഓരോ ഹട്ടായിട്ടാണ് ഞാൻ ഈ പശ മുക്കുകയൊക്കെ ചെയ്തത്. മുക്കി ഷർട്ടൊക്കെ ഹാങ്കറിലിട്ടു. ഹാങ്കറൊക്കെ എടുത്തു തരാനും എന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു തരാൻ എൻ്റെ പൊന്നൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പശമുക്കൽ തുടങ്ങിയപ്പോഴത്തേക്കും പൊന്നൂസ് മടുത്തായിരുന്നു. എന്നാലും തീർന്നിട്ടാ നിർത്തണോളൂ എന്ന് പറഞ്ഞു. നമ്മളെ പശ മുക്കുന്ന തുണിക്കുണ്ടല്ലോ, നമ്മൾ അലക്കി കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം അത്യാവശ്യം ഒന്ന് ഉണങ്ങിയിരിക്കണം. എന്നാലാണ് നമ്മൾ പശ മുക്കുമ്പോൾ അത് നന്നായിട്ട് ഡ്രസ്സിലേക്ക് അങ്ങ് പിടിക്കുകയുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ആയയിലോ വെള്ളം ഇട്ടും വെള്ളം വാണ് പോകണം. അല്ലെങ്കിൽ നമ്മുടെ മെഷീനിൽ, വാഷിംഗ് മെഷീനിലെ വെള്ളം ഇട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് പശ മുക്കിയാൽ നന്നായിട്ടിരിക്കും. അതുപോലെ തന്നെ കഞ്ഞി മുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലാണ് നന്നായിട്ട് പശ പിടിച്ചിരിക്കുകയുള്ളൂ. ഇടയ്ക്കൊക്കെ ആ പഴമയിലേക്ക് ഒന്ന് തിരിച്ചു പോവാം അല്ലേ. എഡിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓർഡർ അടിച്ചേനെ. ഇതെന്നാ ഈ കഞ്ഞിവെള്ളം തുണിക്ക് മുക്കണേന്നൊക്കെ അവൻ ചോദിച്ചോണ്ട് തന്നെ. ഇപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളം നമ്മുടെ തുണിക്ക് ബലം നൽകണമല്ലോ. നമുക്ക് ഈ കഞ്ഞിവെള്ളം കുടിച്ചാൽ നമുക്ക് ആ മാതിരി ആരോഗ്യം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ പച്ചവെള്ളമൊക്കെ കുടിക്കണതിന് പോലെ പച്ചവെള്ളം കാൽസ്യം കേട്ടോ, അത് വേറെ കാര്യം. അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം കുടിച്ചാൽ കഞ്ഞിവെള്ളം നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഇതാണ്. ഒറ്റ ലെയറായിട്ട് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മുണ്ടൊക്കെ ഒരു 1/4 ഭാഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ഇതെടുത്ത്, ഞാൻ സാധാരണ ഇങ്ങനെ മുണ്ട്, ഷർട്ട്, പശ മുക്കണ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഒരു 75% ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും എടുത്ത് തേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതും എടുത്ത് തേക്കാൻ പോവാണ്. ഇത് പടപടാന്നുള്ള ഉണക്കൊന്നും ആയിട്ടില്ല. നല്ല പെർഫ്യൂമിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട് കേട്ടോ. ഞാനത് റോസ്മേരിയുടെ പെർഫ്യൂം കേട്ടോ. ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു എസൻസായിരുന്നു അതായിരുന്നു ഞാനിത് അടിച്ചത്. ഇതിനൊരു പതിയൊരു നനവ് വേണം. എന്നാലാണ് നമ്മുടെ മുണ്ടൊക്കെ നമ്മൾ പശ തേച്ച് എന്തായിട്ടാണെങ്കിലും നന്നായിട്ട് വടി പോലെ ഉണങ്ങി തേച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കൊന്ന് കാണാം. അപ്പം ഞാൻ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തേക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തേക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു 75% ഉണങ്ങിയ തുണിയാണെങ്കിൽ നമുക്ക് തേക്കാൻ നല്ല എളുപ്പം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പടപടാന്ന് തുണി ആയാലുണ്ടല്ലോ, തേക്കാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയുള്ള തുണിക്ക് അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട വരും. എന്നാലാണ് നന്നായിട്ട് ചുളിവൊക്കെ മാറുള്ളൂ. ഇതിങ്ങനെ തേച്ചാൽ കണ്ടോ നന്നായിട്ട് ചുളിവൊക്കെ മാറി വരും കേട്ടോ. നല്ല പശയുണ്ട് കേട്ടോ. നല്ല പശയുണ്ട്. നമ്മൾ തേക്കുമ്പോൾ നല്ല ഇതിൻ്റെ സ്മെല്ല്, നല്ല സ്മെല്ലുണ്ട്.
ഞാനിതൊന്ന് തേച്ച് കഴിയട്ടെ കേട്ടോ, വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഞാൻ തുണി നല്ല തേച്ച് വടി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആങ്കറയിൽ ഇങ്ങനെ അങ്ങ് ഇടുവാണെങ്കിൽ എവിടെയെങ്കിലും പോണ ടൈമിൽ ഇതെടുത്താൽ മതി കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നാളെ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ.